സർ, നേപ്പാളിലെ ജൻസി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട രണ്ട് പേരുകളാണ് ബലേന്ദർ ഷായും സുധാർ ഗുരുങ്ങും. ഇവർക്ക് പിന്നിൽ ആരാണ് സർ പ്രവർത്തിക്കുന്നത്? ഇപ്പോഴത്തെ ചോദ്യത്തിൽ ഈ ജൻസി എന്ന് പറയുന്ന പ്രയോഗം തന്നെ ഇല്ലേ, ഇത് തന്നെ സത്യത്തിൽ ഒരു വെസ്റ്റേൺ പ്രയോഗമാണ് സത്യത്തില്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തോ ചില പാശ്ചാത്യ ശക്തികൾ, കാരണം ഇങ്ങനെ വേണം ഇതിനെ വിളിക്കാൻ എന്നൊക്കെ തീരുമാനിച്ച് പുറകില് ചില ബാഹ്യശക്തികളുണ്ട്. ഇത് ജൻസി റെവല്യൂഷൻ എന്ന് പുറത്തുനിന്ന് വേറെ ആരോ പറഞ്ഞു കൊടുക്കുന്ന, പല സ്ഥലത്തും ഇങ്ങനത്തെ പ്രക്ഷോഭങ്ങൾ നടത്തിച്ചിട്ടുണ്ടല്ലോ, അവരിടുന്ന പേരുകളാണ് ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കും, ഈ ജൻസി എന്നൊക്കെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ നേപ്പാൾ വിപ്ലവത്തിന് ഈ വിശേഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതുവരെ അത് പ്രയോഗിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഈ രണ്ട് പേര്, ബലേന്ദ്ര ഷാ കാഠ്മണ്ഡു മേയർ, അയാൾ സ്വതന്ത്രനാണ്. അയാൾ ഇയാളുടെ മറ്റേ ഒലിയുടെ നേപ്പാൾ പാർട്ടിയിലോ മറ്റേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയിലോ നേപ്പാളി കോൺഗ്രസിനോ അത്തരം സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു മേയർ സ്ഥാനത്തേക്ക്. അവരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഈ 34 വയസ്സുള്ള ബലേന്ദ്ര ഷാ മേയറായത്. ബലേന്ദ്ര ഷാ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആളുകൾക്ക് അറിയാവുന്ന ആളായിരുന്നു, ഒരു റാപ്പർ എന്നുള്ള നിലയ്ക്ക്. അതുപോലെ തന്നെ ഈ സുധാൻ ഗുരുങ്, ഹമി നേപ്പാൾ എന്ന് പറഞ്ഞ എൻ ജി ഒയുടെ നടത്തിപ്പുകാരൻ, അയാളും നേരത്തെ TV ആങ്കർ ആയിരുന്നു, അയാൾ അവതാരകൻ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല പരിചയമുള്ള രണ്ടുപേരാണ്. അവരുടെ ലീക്ക് ചെയ്ത ചാറ്റുകളൊക്കെ അവൈലബിൾ ആണ് ഇതിനെപ്പറ്റി. അപ്പോൾ നിങ്ങളൊക്കെ അക്രമാസക്തരാകണം, നിങ്ങൾ ഇത് കത്തിക്കണം എന്നൊക്കെ സുധാൻ ഗുരുങ് വിദ്യാർത്ഥികളോട് പറയുന്ന ചാറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആരാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ സയൻസസ് ഇല്ലേ, ഇന്ത്യയിൽ പഠിച്ച ആളാണ്. സ്ട്രക്ചറൽ മറ്റേ സിവിൽ എഞ്ചിനീയറിംഗ് നേപ്പാളിൽ പഠിച്ചു. പിന്നീട് ഇവിടെയാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് PG ചെയ്തത്. ഈ ബലേന്ദ്ര ഷാ, ബലേൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഏജ് ഗ്യാപ്പ് ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. ഞാനിത് നയിക്കാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം ഈ പ്രക്ഷോഭത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മേയർ എന്ന് പറഞ്ഞ സ്ഥാനം സംരക്ഷിച്ചുകൊണ്ടാണ് ബലേന്ദ്ര ഷാ മറ്റേവരെ കുട്ടിക്കൊരുങ്ങന്മാരെയൊക്കെ രംഗത്തിറക്കിയത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ ആരും അവരുടെ താല്പര്യത്തിന് ഇതിനെ ഉപയോഗിക്കരുത് എന്ന് ബലേന്ദ്ര ഷാ പറഞ്ഞു. യുവാക്കളുടെ, ഈ പ്രക്ഷോഭം നടത്തുന്നവരുടെ ആശയം, അഭിലാഷവും ലക്ഷ്യവും ചിന്തയും അതെന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അവര് അത് പ്രക്ഷോഭം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞൊരു ഒഴികഴിവ് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പോലെ മനഃപൂർവ്വം തോന്നിച്ചു ബലേന്ദ്ര ഷാ. എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് നയിക്കുകയായിരുന്നു. കാരണം ബലേന്ദ്ര ഷാ വേണം ഇനി പ്രധാനമന്ത്രി ആകാൻ യുവാക്കൾ പറയുന്നുണ്ട്, ബംഗ്ലാദേശിലൊക്കെ നടന്ന പോലെ. അപ്പോൾ 1990 കാഠ്മണ്ഡുവിൽ ബലേന്ദ്ര ഷാ ജനിച്ചു. അത് കഴിഞ്ഞ് ആണ് ഈ വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇവിടെയൊക്കെ വന്ന് പഠിച്ചത്. 2022 സ്വതന്ത്രനായിട്ട് മേയറായി 61,000 വോട്ട് നേടി. ഭാര്യ സബീന കാഫ്ലെ ആണ്. ഒലിയുടെ വലിയ ശത്രു ആയിരുന്നു, പ്രഖ്യാപിത ശത്രു, അഴിമതിയുടെയും ശത്രു. 28 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഇത്തരം പ്രസ്ഥാനങ്ങളൊന്നും നയിക്കില്ല എന്ന് തീരുമാനിച്ചു, സ്വതന്ത്രനാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ പറഞ്ഞ പ്രക്ഷോഭക്കാരെ സമീപിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നിരസിക്കുകയും ചെയ്തു, പറ്റില്ല എന്ന് പറഞ്ഞു. ഈ 1996, 2012 കാലത്തൊക്കെ ജനിച്ചവരുടെ പ്രക്ഷോഭമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 5 മുൻ പ്രധാനമന്ത്രിമാര് അവിടെ ഉണ്ട്. ഒലി, പുഷ്പ പ്രചണ്ഡ, മാധവ് നേപ്പാൾ, ജല ഖനാൽ ദുബെ അല്ലേ, ഇത്രയും പേരുണ്ട്. രാജലക്ഷ്മി ചിത്രകാർ, ഈ ഖനാലിന്റെ ഭാര്യയെ വീട് കത്തിച്ച് ചുട്ടുകൊന്നു. അങ്ങനെയാണ് ഈ പ്രക്ഷോഭമൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ദുബെയും ഭാര്യ ആർസു വിദേശകാര്യമന്ത്രിയായിരുന്നു. ദുബെ നേരത്തെ
അവിടെ പ്രധാനമന്ത്രിയായിരുന്നു. ഭാര്യ ഇപ്പോഴത്തെ ഈ ഒലി സർക്കാരിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു. ധനമന്ത്രി അവരെ ആക്രമിച്ചു, അവരുടെ വീടും ഒക്കെ ആക്രമിച്ചു. ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ വീടുകൾ ആക്രമിച്ചു. ധനമന്ത്രി വിഷ്ണു പ്രസാദ് പോതൽ, പിന്നെ MP ഏകനാഥ് ദക്കൽ, ഇവർ രണ്ടുപേരും ഒലിയുടെ വലിയ അടുപ്പക്കാരായി. ഇവരെ രണ്ടുപേരെയും നഗ്നരായി വസ്ത്രമൂരി പരേഡ് നടത്തി അവിടെ. ഇങ്ങനെയാണ് പ്രക്ഷോഭത്തിൻ്റെയൊക്കെ രീതികൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ദൂബയുടെ പടിഞ്ഞാറൻ നേപ്പാളിലെ ധനൂറിയിലെ വീട് ആക്രമിച്ചു. പ്രചണ്ഡയുടെ ചിത്വാനിലെ വീട് തകർത്തു. ലളിത്പൂർ സെൻട്രൽ ജയിൽ കത്തിച്ചു, അല്ലേ? പിന്നെ തടവുകാർ 2 ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു ക്ഷേത്രവും നശിപ്പിച്ചിട്ടുണ്ട്, പശുപതിനാഥ ക്ഷേത്രം. പശുപതിനാഥ് ക്ഷേത്രം പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അതിന്റെ കവാടമൊക്കെ തകർത്തു എന്നാണ്. വളരെ പ്രധാനപ്പെട്ട, ഇവിടുന്നൊക്കെ ആളുകൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത്. രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അതിൻ്റെ മേധാവി രബി ലാമച്ചനെയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ലാമച്ചനെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ സ്കോപ്പുള്ള ഒരാളാണ്. പക്ഷേ രാജാവ് ജ്ഞാനേന്ദ്ര ഷാ പരിഹാരം വേണം എന്ന് രാജാവും ഒരു 4-5 വരി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ജ്ഞാനേന്ദ്ര ഷാ. അപ്പോൾ ഞാനും എന്തെങ്കിലും ഒരു റോള് വഹിക്കാം എന്നുള്ള മട്ടിലാണ് രാജാവ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഒരു രാജഭരണം ഇരിക്കെ പ്രധാനമന്ത്രിമാരും ഒക്കെ ഉണ്ടാവുന്നൊരവസ്ഥ. അപ്പോൾ ഈ സുധാൻ ഗുരിങ് എന്ന് പറഞ്ഞ് വേറൊരു കഥാപാത്രമുണ്ട്. ഹമി നേപ്പാൾ എന്ന് പറഞ്ഞ NGOയുടെ സംശയാസ്പദ കഥാപാത്രമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു പ്രൊട്ടസ്റ്റ്, എങ്ങനെ പ്രതിഷേധിക്കാം എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയിരുന്നു ഇയാൾ ആദ്യമേ. എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ ഇൻസ്റ്റാഗ്രാമായിരുന്നു ഇയാളുടെ കമാൻഡ് സെൻറ്റർ. പിന്നെ ഈ ബഹളം ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഇയാൾ ഏകോപിപ്പിച്ചു. വയലന്റ്, അതായത് അക്രമം നടത്തുന്ന ചിത്രങ്ങളില്ലേ, ദൃശ്യങ്ങൾ, വീഡിയോസ്, ഇതൊക്കെ നമ്മൾ ആഗോള മാധ്യമങ്ങൾക്ക് കൊടുക്കണം എന്ന് ഇയാൾ നിർദ്ദേശിച്ചിരുന്നു. ആ വീഡിയോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അക്രമം നടത്തണമല്ലോ. അക്രമം നടത്തിയിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അക്രമം നടത്തണം എന്നുള്ളതാണ്. അങ്ങനെ വേണം പ്രൊട്ടസ്റ്റ്. ഈ കത്തിക്കണം, ഈ വീടുകൾ കത്തിക്കണം, ഇങ്ങനെ ആളുകളെ ചുടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളുടെ ലീക്ക് ചെയ്തു വന്നിട്ടുള്ള ചാറ്റുകളിലും ഇതൊക്കെ കാണാം. അപ്പോൾ ബംഗ്ലാദേശ് മാതൃകയിൽ വേണം ചെയ്യാൻ എന്നും ഇയാൾ നിർദ്ദേശം കൊടുത്തിരുന്നു. 2020 ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയാണ് ഇയാൾ ഈ NGOയിലേക്ക്, ഹമി നേപ്പാളിലേക്ക് കടന്നത്. ഇയാൾക്ക് പല സ്ഥലത്തു നിന്ന് പൈസ വരുന്നുണ്ട്, ഫണ്ട്. 2 കോടി രൂപ കൊക്കക്കോള, ഫൈബർ, ഗോൾഡ് സ്റ്റാർ, മൾബറി ഹോട്ടൽസ്, ഇവരൊക്കെ 2 കോടി രൂപയോളം ഇയാൾക്ക് ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. പുറത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ട് ഇയാൾക്ക്. അപ്പോൾ ഈ വർഷമാദ്യം ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ ഇയാൾ നടത്തിയിരുന്നു. ഇന്ത്യ വിരുദ്ധന്മാരായി മേയറും ഇയാളും ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഒഡീഷയിൽ ഒരു നേപ്പാളി വിദ്യാർത്ഥി കൊല്ലപ്പെട്ടല്ലോ, അതിനെ തുടർന്ന്. അത് കഴിഞ്ഞ് ഇയാൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തിയിരുന്നു. മുമ്പ് DJ ആയിരുന്നു. OMG എന്ന് പറഞ്ഞൊരു നൈറ്റ് ക്ലബ്ബ് ഇയാൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇയാളുടെ പശ്ചാത്തലം. 2015 ഭൂകമ്പം നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെയാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ഹമി നേപ്പാൾ തുടങ്ങിയത്. കാശ് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തുർക്കിക്ക് ഇപ്പോൾ അവിടെ ഭൂകമ്പമൊക്കെ ഉണ്ടായില്ലേ, കുറച്ച് സഹായം ഇയാൾ എത്തിച്ചു കൊടുത്തിരുന്നു. നമ്മൾ ഇവിടുന്ന് തുർക്കിക്ക് സഹായമൊക്കെ കൊടുത്തിരുന്നല്ലോ നേരത്തെ. അതെ. കിഴക്കൻ നേപ്പാളിലെ ഗോപ ചാമ്പ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് നേരത്തെ ഒരു പ്രതിഷേധം നടത്തി ഇയാൾക്ക് പരിചയമുണ്ട്. ധരൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അതവിടെ BP കൊയ്രാള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്. ആ ആശുപത്രിയിൽ ക്രമക്കേടുകൾ, അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഷേധമാണ് അയാൾ അവിടെ അന്ന് അഴിച്ചുവിട്ടത്. പിന്നത്തെ ഒരു പ്രധാന പ്രതിഷേധമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാള് ഹമി നേപ്പാൾ എന്ന് പറഞ്ഞൊരു NGO നടത്തുന്നു, സുധാൻ ഗുരുങ് എന്ന് പറഞ്ഞിട്ട്. അയാൾക്ക് വിദേശ ഫണ്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാഹ്യശക്തികൾ പുറകിലുള്ള ഒരാളാണ് ഈ സുധാൻ ഗുരുങ്. സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന ഒരാൾ, ഇപ്പോൾ പാർട്ടിയിലൊന്നും അല്ലാതെ എന്ന് പറയുമ്പോൾ വേറൊരു തരം ഭരണകൂടം തങ്ങളുടെ പാവയൊക്കെ ആയിട്ട്, ഈ മേയർ മിക്കവാറും ഇപ്പോൾ ബലേന്ദ്ര ഷാ ആയിരിക്കും പ്രധാനമന്ത്രി
ചിലപ്പോൾ താൽക്കാലിക പ്രധാനമന്ത്രിയും ആകാം എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വേറെ തരം യൂനിസുകളെ, അത്രയും പ്രായമായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലേ? മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിലൊരു പാവ പോലെ വേറെ തരം പാവകളെ ചില ബാഹ്യ ശക്തികൾ ഉണ്ടാക്കി വെക്കുന്നു. ഇതാണ് നേപ്പാളിൽ സംഭവിക്കുന്നതായിട്ട് ഇപ്പോൾ തോന്നുന്നത്. കാരണം വിദേശ ഫണ്ടും ഒക്കെ സ്വീകരിച്ച് പരിചയമുള്ള NGOയുടെയൊക്കെ ആളുകളൊക്കെയാണ്. ഇങ്ങനെ NGO വളർത്തിവിട്ട ആന വളർത്തിയ വാനമ്പാടി എന്നൊക്കെ പറഞ്ഞ് പണ്ട് സിനിമ വന്നിട്ടില്ലേ? ഇങ്ങനെ NGOയിൽ വഴി വളർന്നു വന്ന ഒരു സാധനമാണ് കെജ്രിവാൾ. അപ്പോൾ കെജ്രിവാൾ പോലത്തെ സാധനങ്ങളാണ് നേപ്പാളിൽ കിട്ടാൻ പോകുന്നത് നേപ്പാളികൾക്ക്. അവരുടെ ദുരന്തം, വിധിവൈപരീത്യം എന്നൊക്കെ പറയുക. നമുക്ക് പ്രാർത്ഥിക്കുക ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ. അവിടുത്തെ പശുപതിനാഥ ക്ഷേത്രം നന്നായി കഴിഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് പോയിട്ട് നേപ്പാൾ നന്നാകട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.